welcome to Disha Academy. So, നമ്മുടെ ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഏകദേശം ഒരാഴ്ചയോളമായി. നിങ്ങൾക്ക് എല്ലാവർക്കും എക്സാം പാറ്റേൺ എന്താണ്, എത്ര സ്റ്റേജുകളിലാണ് എക്സാം നടക്കുന്നത്, ഫിസിക്കൽ എങ്ങനെയാണ് തുടങ്ങിയ ഡീറ്റെയിൽസ് ഏറ്റവും ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ജസ്റ്റ് നോട്ടിഫിക്കേഷൻ്റെ കാര്യവും അതുപോലെ തന്നെ വേക്കൻസിയുടെയും ഏജ് ലിമിറ്റിൻ്റെയും കാര്യം ഒന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി അത് അറിയാമെങ്കിൽ ഒരു മിനിറ്റ് സ്കിപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ വീഡിയോ കണ്ടാൽ മതി പാറ്റേണിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ എക്സാമിനെ പറ്റി ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ത്യൻ റെയിൽവേ നടത്തുന്ന എക്സാം ആണ്. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ മാത്രം ഉള്ളവർക്ക് ഈ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ആയത് ജാനുവരി 22-ാം തീയതിയാണ്. 23-ാം തീയതി മുതൽ നമ്മൾക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാമായിരുന്നു. ഫെബ്രുവരി 22-ാം തീയതി വരെയും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെക്കുക. നിങ്ങൾ ഒരിക്കലും ഫെബ്രുവരി 22-ാം തീയതി വരെ വെയിറ്റ് ചെയ്യരുത്. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആക്റ്റീവ് ആയിട്ടുള്ളൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്ന് ഉറപ്പിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ OBC അല്ലെങ്കിൽ SC ST ആണെന്നുണ്ടെങ്കിൽ, അതല്ലാന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും റിസർവേഷൻ ഉള്ള ആൾക്കാരാണെങ്കിൽ അതിന് ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൽവേ എക്സാംസിന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ സർട്ടിഫിക്കറ്റിൻ്റെ നമ്പറും കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ സർട്ടിഫിക്കറ്റും കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂ. അപ്പോൾ അത്തരം സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ മിക്കവാറും നമ്മൾ അപ്ലൈ ചെയ്താൽ ഒരാഴ്ചയോളം കാലതാമസം എടുക്കും. അല്ലെ, ഇടയ്ക്ക് വർക്കിംഗ് ഡേ അല്ല സാറ്റർഡേ സൺഡേ ഒക്കെ വരുവാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവധി വരുവാണെങ്കിൽ വീണ്ടും ഇത് ഡിലേ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് മിനിറ്റിൽ ഒരു ടെൻഷൻ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കാതെ എത്രയും പെട്ടെന്ന് അത്തരം സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്ത് വെക്കുക. ഓക്കെ, സോ നമുക്ക് നമ്മുടെ വേക്കൻസിയും ഏജ് ലിമിറ്റും നോക്കാം. വേക്കൻസി എന്ന് പറയുന്നത് നമ്മൾക്കറിയാം 32,438 വേക്കൻസീസ് ആണ് ഇപ്രാവശ്യം ഗ്രൂപ്പ് ഡിയിലേക്ക് വിളിച്ചിട്ടുള്ളത്. 32,438 വേക്കൻസീസ്. 18-നും 36 വയസ്സിനും ഇടയിൽ പ്രായമുള്ള 10ാം ക്ലാസ് യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ ഈ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിന് പുറമെയാണ് നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ വരിക. ഓക്കെ, അതായത് നിങ്ങളിപ്പോൾ OBC ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 39 വയസ്സ് വരെ ഈ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ SC ST ആണെങ്കിൽ നിങ്ങൾക്ക് 5 വർഷത്തോളം ഏജ് റിലാക്സേഷൻ കിട്ടും. അതായത് നിങ്ങൾക്ക് 41 വയസ്സ് വരെ ഈ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വെക്കുക. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്തിട്ട് എക്സാമിന് വേണ്ടി ഒന്ന് പഠിച്ചു നോക്കുക. കാരണം ഈ 39 അല്ലെങ്കിൽ 40 വയസ്സെന്നൊക്കെ പറയുന്നത് പല ആൾക്കാർക്കും മറ്റ് സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിലേക്ക് ട്രൈ ചെയ്യാൻ പറ്റാത്തൊരു പ്രായമാണ്. ഗ്രൂപ്പ് ഡി ആയാൽ പോലും സാധാരണ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 33 വയസ്സാണ്. 18-നും 33-നും ഇടയിലുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി നോർമലി പറ്റുക. പക്ഷെ കൊറോണയ്ക്ക് ശേഷം ഈ എക്സാം നടക്കാത്തത് കൊണ്ട് 3 വർഷം റിലാക്സേഷൻ റെയിൽവേ പ്രൊവൈഡ് ചെയ്തതാണ്. ഇനി അടുത്ത വർഷത്തെ ഗ്രൂപ്പ് ഡി എന്ന് പറയുമ്പോൾ അതൊരിക്കലും 36 വയസ്സ് വരെ ഉള്ളവർക്ക് എഴുതാൻ പറ്റാൻ സാധ്യതയില്ല. 33 വയസ്സ് വരെ ഉള്ളവർക്ക് മാത്രമേ അത് എഴുതാൻ വേണ്ടിയിട്ട് പറ്റൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാക്സിമം എന്ത് ചെയ്യുക, ഈ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യുക. ഏറ്റവും നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി നമ്മളുടെ എക്സാം പാറ്റേൺ അല്ലേ, നമ്മുടെ കോർ ആയിട്ടുള്ള എക്സാം പാറ്റേണിലേക്ക് വരാം. ഗ്രൂപ്പ് ഡിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ സിംഗിൾ സ്റ്റേജ് എക്സാം എന്നുള്ളതാണ്. റെയിൽവേയുടെ മറ്റെല്ലാ എക്സാമുകളും 2 സ്റ്റേജിൽ നടക്കുമ്പോൾ ഗ്രൂപ്പ് ഡി എക്സാമിന് ഒരു സിംഗിൾ സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് മാത്രമേ ഉള്ളൂ. ഒറ്റ എക്സാമേ ഉള്ളൂ. അതിനുശേഷം നിങ്ങൾക്കൊരു ഫിസിക്കൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ എക്സാമിൻ്റെ കാര്യം പറയുമ്പോൾ എക്സാം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 90 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മണിക്കൂറാണ്. 90 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മണിക്കൂറാണ് ഈ എക്സാമിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊത്തം നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നത് 100 ക്വസ്റ്റ്യൻസ് ആണ്. മൊത്തം 100 ക്വസ്റ്റ്യൻസ്. ഈ 100 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ജനറൽ സയൻസ്, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, 10ാം ക്ലാസ് വരെയുള്ള ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. NCERT ടെക്സ്റ്റ് ബുക്കുകളെ ബേസ് ചെയ്തിട്ട് അതിലെ ഫാക്റ്റുകളും കാര്യങ്ങളും വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ NCERT ടെക്സ്റ്റുകളെ ബേസ് ചെയ്തിട്ട് 8, 9, 10 അല്ലെങ്കിൽ ഒരു 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ബേസ് അത്ര ക്ലിയർ അല്ലാത്തവരാണെങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഡിയുടെ സിലബസ് നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ സയൻസിൻ്റെ അത് കവർ ചെയ്യാം. നിങ്ങൾക്ക് 25 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇനി മാത്സും 10ാം ക്ലാസ് അല്ലേ, 10ാം ക്ലാസ് ലെവൽ എക്സാം എന്ന് പറയുമ്പോൾ 10ാം ക്ലാസ് വരെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. മാത്സിൽ നിന്നും നിങ്ങൾക്ക് 25 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. റീസണിങ്ങിൽ നിന്ന്
30 ക്വസ്റ്റ്യൻസ് ഉണ്ട്. റീസണിങ്ങിൽ നിന്ന് 30 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇനി ജനറൽ അവയർനെസ്, അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ്, അതായത് കറണ്ട് അഫയേഴ്സ്, പിന്നെ ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, എക്കണോമിക്സ്, ഇത്രയും കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് 20 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അങ്ങനെയാണ് നിങ്ങൾക്ക് മൊത്തമായിട്ട് 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. 100 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് 1.5 മണിക്കൂർ സമയം ഉണ്ടായിരിക്കും. ഇപ്പോൾ SSC എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. കാരണം SSC എക്സാമുകൾക്ക് നമുക്കറിയാം 100 ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് 60 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂറേ സമയമുള്ളൂ. പക്ഷേ ഇവിടെ സമയം കൂടുതൽ കിട്ടും. അപ്പോൾ അങ്ങനെ ഓൾറെഡി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്കത് വളരെ നല്ല ഒരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, പിന്നെ PWBD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് 120 മിനിറ്റ് എക്സാമിന്, ഒരു 20 മിനിറ്റ് എക്സ്ട്രാ എക്സാമിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ എക്സാമിന് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, അത് ഓർക്കണം. 1/3 മാർക്സ് നെഗറ്റീവ് മാർക്കിംഗ് ആയിട്ട് ഓരോ തെറ്റ് ഉത്തരത്തിനും കുറയ്ക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് എക്സാം പാറ്റേൺ. ഈ സിംഗിൾ സ്റ്റേജ് എക്സാം മാത്രമേ നമുക്കുള്ളൂ. ഇനി നമുക്ക് അതിൻ്റെ സിലബസും അതുപോലെ തന്നെ ഫിസിക്കലും എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുന്നേ തന്നെ നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ഈ ഗ്രൂപ്പ് ഡി എക്സാമിന് വേണ്ടി പഠിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദിശ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സിനെ പറ്റിയിട്ട് ഒന്ന് അന്വേഷിക്കാം. നമ്മുടെ ആപ്പിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദിശ ലേണിംഗ് എന്നാണ് കേട്ടോ ആപ്പിൻ്റെ പേര്. ആപ്പിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാൻ വേണ്ടിയിട്ട് പറ്റും? ഒരുപാട് ഡെമോ ക്ലാസ്സുകൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ആ ക്ലാസ്സുകളൊന്ന് കണ്ടു നോക്കുക. കണ്ടതിന് ശേഷം നിങ്ങൾ ക്ലാസ് കൊണ്ട് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സിനെ പറ്റി ആലോചിക്കാം. ഗ്രൂപ്പ് ഡി എക്സാമിന് വേണ്ടിയിട്ടുള്ള സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന ഒരു കോഴ്സായിരിക്കും ഇത്. അപ്പോൾ ഈ കോഴ്സിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത് 2,999 ആണ്. ഏകദേശം 3000-ഓളം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഫുൾ കോഴ്സ് ഗ്രൂപ്പ് ഡിയുടെ എക്സാമിന് മുന്നേ തന്നെ മൊത്തം സിലബസും കവർ ചെയ്യുന്ന കോഴ്സ് കിട്ടും. ലൈവ് ബാച്ച് ആണ് കേട്ടോ, റെക്കോർഡ് ഒന്നുമല്ല, ലൈവ് ബാച്ച് ആണ്. നിങ്ങൾക്ക് ഫാക്കൽറ്റീസുമായിട്ട് ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്ത് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഡെയിലി ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് അതുപോലെ തന്നെ ക്ലാസ് നോട്ടുകൾ ഡൗൺലോഡ് ചെയ്ത് അത് വായിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും കേട്ടോ. ആപ്പിൽ സേവ് ചെയ്തിട്ടാണ് വായിക്കാൻ പറ്റുക. നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പറ്റുന്ന ഫോമിലായിരിക്കില്ല. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു മെൻറ്റർ സപ്പോർട്ടും കിട്ടും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഏത് സമയത്തും ഡൗട്ട് ചോദിക്കാൻ വേണ്ടിയിട്ടൊരു മെൻറ്റർ ഉണ്ടായിരിക്കും. സപ്പോസ് നിങ്ങൾക്ക് ലൈവ് കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് റെക്കോർഡഡ് സെഷൻസ് ആയിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് തരും. അത് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ നെക്സ്റ്റ് ഡേ നിങ്ങളുടെ ഫാക്കൽറ്റി വരുമ്പോൾ അവരുടെ അടുത്ത് സംസാരിക്കാം. നമ്മുടെ ആപ്പിൻ്റെ യൂണിക് ഫീച്ചർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വോയിസ് മെസ്സേജ് അയക്കാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടെന്നുള്ളതാണ്. വോയിസ് മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾക്ക് ഫാക്കൽറ്റീസിൻ്റെ അടുത്ത് ഡയറക്റ്റ് ക്ലാസ്സിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ ഫോണിൽ സംസാരിക്കുന്ന പോലെ സംസാരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെൻറ്റേഴ്സിൻ്റെ ഹെൽപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ കോഴ്സിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞു 2,999 ആണ്. നിങ്ങൾ ആപ്പ് നോക്കി ഡെമോ ക്ലാസ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഇത് പർച്ചേസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിച്ചാൽ മതി. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ വിളിക്കേണ്ട നമ്പർ ഇതാണ് 8075753676. അതുപോലെ തന്നെ 7012615062. ഇതിലേത് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ആപ്പ് സപ്പോസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആപ്പിൻ്റെ ലിങ്കും ഒക്കെ അയച്ചു തരും. അതല്ല എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബാക്കി ഡൗട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? ഈ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവർ ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ സിലബസിലേക്ക് പോകാം. സിലബസിലേക്ക് പോകുമ്പോൾ ആദ്യം മാത്സിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള മാത്സിൻ്റെ ടോപ്പിക്കുകളാണ് ഇവിടെ നമ്മൾ കവർ ചെയ്യുന്നത്. എന്തൊക്കെ വരും? നമ്പർ സിസ്റ്റം ഉണ്ട്, ബോർഡ് മാസ്, ഡെസിമൽസ്, ഫ്രാക്ഷൻസ്, LCM, HCF, റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ, പെർസെൻറ്റേജ്, മെൻസുറേഷൻ, ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഓൾജിബ്ര, ജോമെട്രി, ട്രിഗ്നോമെട്രി, എലമെൻ്ററി സ്റ്റാറ്റിസ്റ്റിക്സ്, പിന്നെ സ്ക്വയർ റൂട്ട്, ഏജ് കാൽക്കുലേഷൻസ്, കാലണ്ടർ ക്ലോക്ക്, പൈപ്പ് ആൻഡ് സിസ്റ്റംസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വരിക. കാലണ്ടർ ക്ലോക്ക് നമുക്ക് റീസണിങ്ങിലും ഇൻക്ലൂഡ് ചെയ്യാവുന്ന ടോപ്പിക്കാണ്. ഓക്കെ, സോ അടുത്ത് റീസണിങ്ങിലേക്ക് വരുമ്പോൾ അനലോജീസ് വരും, ആൽഫബറ്റിക് ആൻഡ് നമ്പർ സീരീസ് വരും, കോഡിംഗ് ഡീകോഡിംഗ് ഉണ്ട്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഉണ്ട്, റിലേഷൻഷിപ്സ്, ഡിഫറെൻറ്റ് റിലേഷൻഷിപ്പ്, ഇപ്പോൾ ഒരു പ്ലേസും അതിൻ്റെ എന്താ പറയുക, ഫോർ എക്സാമ്പിൾ ഒരു സിറ്റി തന്നു, അതിൻ്റെ ക്യാപിറ്റൽ തന്നു, ആ റിലേഷൻഷിപ്പ് കണ്ടുപിടിച്ചിട്ട് അതുപോലത്തെ പെയർ നമ്മളെടുത്ത് നമുക്ക് തന്നിട്ടുള്ള ബാക്കി ഓപ്ഷനിൽ നിന്ന് പിക്ക് ചെയ്യാൻ പറയും. അങ്ങനത്തെയാണ് റിലേഷൻഷിപ്സ് എന്ന് പറയുന്നത്. പിന്നെ സിലോജിസം ഉണ്ട്, പാരാജംബ്ലിംഗ് ഉണ്ട്, വെൻ ഡയഗ്രാം, ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ, കൺക്ലൂഷൻസ് ആൻഡ് ഡിസിഷൻ മേക്കിങ്ങിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, സിമിലാരിറ്റി ആൻഡ് ഡിഫറൻസസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. പിന്നെ അനലിറ്റിക്കൽ റീസണിങ്ങിൽ നിന്ന് തന്നെ മറ്റൊരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, ഡയറക്ഷൻസ് ഉണ്ടായിരിക്കും, സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ആർഗ്യുമെൻറ്റ്സ്, അങ്ങനത്തെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. നോർമലി എല്ലാ ഗവൺമെൻറ് എക്സാംസിനും ചോദിക്കുന്ന റീസണിങ്ങിൻ്റെ അതേ സിലബസ് തന്നെയാണ് റെയിൽവേയും ഫോളോ ചെയ്യുന്നത്. അതേ ലെവൽ ഓഫ് പ്രിപ്പറേഷൻ തന്നെ മതിയാവും നിങ്ങൾക്കും ഈ എക്സാം എഴുതാൻ വേണ്ടിയിട്ട്.
ഓക്കെ. പിന്നെ ജനറൽ സയൻസിലേക്ക് വരുമ്പോൾ ജനറൽ സയൻസ് നമ്മൾ പറഞ്ഞു 25 ക്വസ്റ്റ്യൻസ് ആണുള്ളത് 10ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്ക് അല്ലേ. സോ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ ലൈഫ് സയൻസിൽ വരുന്ന 10ാം ക്ലാസ് വരെയുള്ള CBSE NCERT ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ജനറൽ സയൻസിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ജനറൽ അവയർനെസ്സും കറണ്ട് അഫയേഴ്സും എന്ന് പറയുമ്പം അതിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കറണ്ട് അഫയേഴ്സ് ആയാലും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് പൊളിറ്റിക്സ്, കൾച്ചർ, സ്പോർട്സ്, സയൻസ് ആൻഡ് ടെക്നോളജി, ഡിഫറെൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ്, അതുപോലെ തന്നെ നമുക്കറിയാം ഇക്കണോമിക്സ്, ഹിസ്റ്ററി, പൊളിറ്റിക്സ്, ജോഗ്രഫി അവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സബ്ജക്റ്റുകളെല്ലാം നിങ്ങൾ 10ാം ക്ലാസ് ലെവൽ വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകൾ വായിച്ചു പഠിച്ചാൽ മതി, അവിടെ നിന്നായിരിക്കും വരിക. ഇനി അതല്ല നിങ്ങൾക്ക് എന്താ പറയുക കറണ്ട് അഫയേഴ്സും കാര്യങ്ങളും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും നല്ല ഒരു ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയ റിസോഴ്സ് എടുക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ വെച്ചിട്ട് അപ്ഡേറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ ഗ്രൂപ്പ് ഡി എക്സാംസിൻ്റെ സിലബസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫിസിക്കലിലേക്ക് പോവാം. ഫിസിക്കൽ എന്ന് പറയുമ്പോൾ ഫിസിക്കലി മെയിൽസിനും ഫീമെയിൽസിനും 2 ക്രൈറ്റീരിയ ആണ് ഉണ്ടാവുക. നിങ്ങൾ ടയർ 1 അല്ലെങ്കിൽ CBT എക്സാം, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം കഴിഞ്ഞ് നിങ്ങൾ ഒരു പർട്ടിക്കുലർ കട്ട് ഓഫിന് മുകളിലുണ്ടെങ്കിലാണ് നിങ്ങളെ ഫിസിക്കലിന് വേണ്ടിയിട്ട് വിളിക്കുക. ഫിസിക്കൽ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഉണ്ടാവുക. അതായത് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ CBT എഴുതി നിങ്ങൾ കട്ട് ഓഫ് ക്ലിയർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഫിസിക്കലിന് അപ്പിയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവത്തുള്ളൂ. അതുപോലെ തന്നെ CBT ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾ ഫിസിക്കൽ ഫെയിലായി പോയാൽ നിങ്ങൾക്ക് ഈ ജോലി കിട്ടില്ല. ഓക്കെ, അതും കൂടെ നിങ്ങളുടെ മനസ്സിൽ വേണം. ഫിസിക്കലിൽ നമ്മൾ ക്വാളിഫൈ ആവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മെയിൽ കാൻഡിഡേറ്റ്സും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും 2 ക്രൈറ്റീരിയ ആണുള്ളത്. അതെന്താണെന്ന് പറയാം. മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 35 കിലോ വെയിറ്റ് 100 മീറ്റർ 2 മിനിറ്റ് കൊണ്ട് ഓടിത്തീർക്കണം. അതായത് 35 കിലോ വെയിറ്റ് എടുത്ത് 100 മീറ്റർ 2 മിനിറ്റിനുള്ളിൽ കവർ ചെയ്ത് തീർക്കണം. ഇതാണ് ഒരു കാര്യം. ഒറ്റ ചാൻസേ ഉണ്ടാവും, വെയിറ്റ് നിങ്ങൾ താഴെ ഇടാനോ താഴെ വെക്കാനോ പാടില്ല. ഓക്കെ, ഇത് പോരാതെ നിങ്ങൾ 1 കിലോമീറ്റർ അല്ലെങ്കിൽ 1000 മീറ്റർ ദൂരം 4 മിനിറ്റ് 15 സെക്കൻഡ് കൊണ്ട് ഓടിത്തീർക്കണം. അപ്പോൾ മെയിൽസിനെന്ന് പറയുന്നത് 35 കിലോ വെയിറ്റ് നിങ്ങൾ ഷോൾഡറിൽ വെച്ചിട്ട് 100 മീറ്റർ 2 മിനിറ്റ് കൊണ്ട് കവർ ചെയ്ത് തീർക്കുക. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ 1 കിലോമീറ്റർ നിങ്ങൾക്ക് ഓടാനുണ്ടായിരിക്കും. 4 മിനിറ്റ് 15 സെക്കൻഡാണ് ഓടിത്തീർക്കാനുള്ള സമയം. ഇനി ഫീമെയിൽസിലേക്ക് വരുമ്പോഴും ഇതുപോലെ തന്നെയാണ്, പക്ഷേ വെയിറ്റിൽ ചെറിയ വ്യത്യാസമുണ്ട്. അതായത് ഫീമെയിൽസ് ആണെങ്കിൽ 35 കിലോ വെയിറ്റ് എടുക്കണ്ട, പകരം 20 കിലോ വെയിറ്റ് എടുത്താൽ മതി. 100 മീറ്റർ 2 മിനിറ്റ് കൊണ്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. 20 കിലോ വെയിറ്റ് 100 മീറ്റർ 2 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? നടന്ന് കവർ ചെയ്യണം. ഇനി ഓട്ടമാണെങ്കിലും ഇതേ 1 കിലോമീറ്റർ അല്ലെങ്കിൽ 1000 മീറ്റർ തന്നെയാണ്, പക്ഷെ നമുക്ക് കുറച്ച് കൂടുതൽ സമയമുണ്ട്. നമ്മൾക്ക് 5 മിനിറ്റ് 40 സെക്കൻഡ് കൊണ്ട് ഈ ഡിസ്റ്റൻസ് ഓടി തീർക്കണം. അപ്പം നിങ്ങൾ വൺസ് നിങ്ങളുടെ തിയറി എക്സാം അല്ലെങ്കിൽ CBT എക്സാമിന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ നമുക്ക് കീ ഒക്കെ എക്സാം കഴിഞ്ഞ് കുറച്ച് ദിവസത്തിൽ തന്നെ നമുക്ക് ആൻസർ കീ കിട്ടും. അപ്പോൾ ഏകദേശം കട്ട് ഓഫ് കടക്കുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഫിസിക്കലിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ക്ലാസ്സിന് പോവാം, അല്ലെ? ഫിസിക്കൽ കോച്ചിങ് കൊടുക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ പോവാം. അല്ലെങ്കിൽ നല്ലോണം വർക്കൗട്ട് ചെയ്ത് രാവിലെ ഒന്ന് ഓടിയൊക്കെ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ടും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഫിസിക്കൽ ഫിറ്റ്നസ്സിന് കൂടെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു എക്സാമാണ് ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ബേസിക് പേ എന്ന് പറയുന്നത് 18,000 രൂപയാണ്. നിങ്ങൾ ആ 18,000 രൂപ കണ്ട് ഇത് അപ്ലൈ ചെയ്യാതിരിക്കരുത്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ മറ്റ് അലവൻസോടുകൂടി നിങ്ങൾക്ക് മിനിമം 30,000 രൂപയോളം ഇൻഹാൻസ് സാലറി കിട്ടുന്ന ഒരു ജോലിയാണ് ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെക്കുക. ഏറ്റവും നല്ല രീതിയിൽ ഈ അവസരം നിങ്ങൾ ഉപയോഗിച്ചിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, ഹാവ് എ നൈസ് ടൈം, ഹാപ്പി ലേണിംഗ്, ബൈ.